ആരാധന ഇന്ന് വേണ്ട. കല മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ അവർ കാനഡയിലേക്ക് വരുന്നു. ഒരു ബാൻഡ് തുടങ്ങാൻ ശ്രമിക്കുന്നു. ബാൻഡിന് അവർ ഒരു പേരും മുല്ലപ്പൂ. അവരുടെ ആദ്യ ലൈവ് ഷോ പ്രതീക്ഷിച്ച് മോണിൽ കലാസ്നേഹികൾ എന്താവോ എന്തോ. Entertainment band in Montreal, the Mullapoo, the following അടങ്ങിയിട്ടുണ്ട് എടാ പിള്ളേരെ, ഇതൊന്നും വെച്ച് മലയാളികളെ പറ്റിക്കാന്ന് തോന്നുന്നുണ്ടേ. സമ്മതായതുകൊണ്ട് തക്കാളിക്കൊക്കെ നല്ല വിലക്കുറവാണ്, ഒരു രസവും കാണൂല. അത്ര കുഴപ്പമൊന്നുമില്ല റാംബോ. കുറച്ചൊക്കെ നമുക്ക് അങ്ങ് റെക്കോർഡ് ചെയ്യേണ്ടി വരും. ബാക്കി നമ്മളങ്ങ് എന്റർടൈൻ ചെയ്യുമല്ലേ. ശരിയാണോ, നമ്മൾ എന്റർടൈൻമെന്റ് ബാൻഡ് ആണല്ലോ. മോനെ റാംബോ, വെനുവിൽ ഓഡിയോ സിസ്റ്റം കൊള്ളാവുന്നതാണോ? എവിടെ പരിപാടി അവതരിച്ചാൽ നമ്മുടെ പ്രശ്നമാണല്ലോ. എത്രയൊക്കെ പാടി കയറ്റിയാലും ഓഡിയോ സിസ്റ്റം പോക്കാണെങ്കിൽ എനിക്ക് അറിയത്തില്ല. അതിന് ബാൻഡ് മാനേജറൊന്നും പറഞ്ഞ് ഒരുത്തനെ വിളിച്ചിട്ടുണ്ടല്ലോ. റിഹേഴ്സൽ നിങ്ങൾ നടത്തിക്കോളി, നമ്മൾ നേരത്തെ എത്തിക്കോളാമാണ് വന്ന് പറഞ്ഞത്. ഏമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പിന്നെ അവരെ ഏരിയ കണ്ടിട്ടില്ല. മാൻകുട്ടി സാറ് ലേറ്റ് ആവുമെന്ന് പറയാറുണ്ടല്ലോ. ഫുഡ് റെഡി ആക്കണ്ടേ? സാറാ? എടാ റോബി, നീ അല്ലാതെ വേറെ ആരെയും അവിടെ ഇങ്ങനെ സാറേന്ന് വിളിക്കൂ? അമ്മാനെ എടാ, നമുക്ക് മറ്റേ പാട്ടൊന്നും സെറ്റ് ചെയ്യണ്ടേ? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഡബിൾ ഓക്കെയാണ് പറഞ്ഞത്. നീ അമ്മാന്റെ കാര്യം വന്നില്ലേ? എന്തുപറ്റി? അമ്മാന്റെ ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെന്ത് ചെയ്യാൻ? അമ്പാൻ അറ്റ കൈക്ക് ഞാൻ മാവേലി ആയിക്കോളാം. അടിയും വളർത്തി കൊല്ലാക്കാൻ ലുക്കുള്ള അമ്പാനാണോടെ മാവേലി. അമ്പാനെ എന്താണ് ഇത്? അമ്പാന്റെ ഒരു നാടകം കണ്ട ഇന്ന് ഇട്ട് കണ്ടിട്ട് പോയാ ഓക്കെ മാത്രം മതി. അമ്പാനൊരു പ്രസ്ഥാനമല്ലേ, പേരെന്നൊക്കെ പറഞ്ഞ അതാണ് പേര് അമ്പാൻ. അവനൊരു എടുപ്പ് കണ്ടോ, അല്ലാതെ എന്തോ പറയാ പാരി. ഓ എടാ രാമഭദ്ര, നീ എങ്ങനെ റാംബോ ആയതുകൂടെ പലർക്കും അറിയില്ല. പക്ഷെ എനിക്കറിയാം. എന്തായാലും റാംബോവിനേക്കാൾ വർക്കത്തുള്ള പേരാണ് പാരിജാതൻ. ഇതങ്ങോട്ട് പിടിച്ച് പാരിജാതൻ തിരുമിഴിക്കൂ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പിള്ളേഴ്സ്. എന്തായി പ്രാക്ടീസ് ഒക്കെ? എല്ലാരും ചായ കുടിക്കി പിടിച്ച് ആ ബ്രേക്ക് കൊണ്ട് പിടിച്ച് ഒന്ന് ഉഷാറാക്ക്. ഹരി എന്നാ പിടിക്കി. റോബി നിങ്ങളാ ഇതൊക്കെ ഒന്ന് എല്ലാവർക്കും പാസ് ചെയ്ത് കൊടുക്കാം. കുഴുക്കട്ടെ പോരട്ടെ. നീ രാവിലെ കാപ്പി കേട്ടാവുന്നു. ഇമ്പോർട്ടൻസ് ഉള്ളല്ലേ? ഓ വിശന്നിട്ട് പാടില്ല. മായൻകുട്ടി, ഇതാണോടാ അതിന്റെ അപ്പവും മുട്ടക്കറിയും? ഇപ്പൊ ശരിയാക്കി തരാം.
ഇന്നാണ് റാമോന്റെ സ്പെഷ്യൽ ഡബിൾ ഡബിൾ. തൽക്കാലം നീ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരബദ്ധം പറ്റില്ല. പറ്റും. നീ ഇന്നലെ തള്ളി കേട്ടിയപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോമുണ്ട്, ലഞ്ചിന് ചിക്കൻ ബിരിയാണി, കറിയും ചായയും, ടിമോഡൻസിലെ കാപ്പിയും മെഗ്ഡിലെ ജൂനിയർ ചിക്കനും തന്നു നീ ഞങ്ങളെ ഒതുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ഒതുങ്ങുന്ന ഒരു ബാൻഡല്ല മുല്ലപ്പൂ. അസോസിയേഷന്റെ ഓണം പരിപാടിക്ക് നീ ഒറ്റയ്ക്ക് പോയി പെർഫോം ചെയ്യേണ്ടി വരും മോനെ മായം കുട്ട. പൊന്നറിയ ചതിക്കല്ലേ. വല്ല വിധത്തിലും കൈയും കാലും പിടിച്ചാണ് ഈ പരിപാടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തത്. നിങ്ങളെ പറ്റി അവിടെ ഞാൻ എന്തൊക്കെയാ പൊക്കി പറഞ്ഞെന്ന് അറിയില്ല. ഇല്ല, എന്താണ് നീ പറഞ്ഞത്? അത് പറ. നിങ്ങൾ പലരെയും പറ്റി ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. നീ പറയുമല്ലോ. പക്ഷെ അതെല്ലാം പോട്ടെ. ഈ ബാവയെ കുറിച്ച് ഞാൻ എന്താ പറഞ്ഞത്? ബീറ്റിൽസിന്റെ ബാക്കപ്പ് അതാണ് മുല്ലപ്പൂ ബാൻഡിനോടുള്ള എന്റെ ആത്മാർത്ഥത. എടാ മായൻകുട്ടി, നീ വന്ന് ബീറ്റിൽസ് അരങ്ങ് വാഴുന്ന സമയത്ത് ബാവയുടെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. നീ മണ്ടനാണെങ്കിലും അവിടെ ഇരിക്കുന്ന കമ്മിറ്റിക്കാർ മണ്ടന്മാരാണ്. അത് നീ മനസ്സിലാക്കണം. അവരെന്നെ നേരിട്ട് വിളിച്ചു നമ്മൾ എന്താണെന്ന് വ്യക്തമായ ധാരണ അവർക്ക്. എനിക്ക് നിന്നെ ഈ സീരിയലിൽ നിന്ന് നൈസായിട്ട് തട്ടിക്കളയായിരുന്നു. പക്ഷേ ഞാൻ ഇത് ചെയ്തില്ല. എന്താണെന്നറിയോ? ഇല്ല, മറ്റൊന്നും ചെയ്തില്ലെങ്കിലും മര്യാദയ്ക്ക് നീ ഞങ്ങളുടെ ഫുഡിന്റെ കാര്യം നോക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായോടെ? ഒന്നുമില്ലേലും ഞങ്ങള് നാളെ ലോകം അറിയാൻ പോകുന്ന ഒരു ബാൻഡല്ലേ മുല്ലപ്പൂ. ബഹുമാനമൊക്കെ താഴെ ഇമ്പോർട്ടൻസും വാങ്ങിച്ചോണ്ട് വന്നിരിക്കുകയാണ്. സത്യമായിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്താണ് രാമോദ്ര. അല്ല രാമോ, പക്ഷേ പൗലോച്ചാന്റെ അപ്പത്തിന്റെ മനം വിചാരിച്ച പോലെ കുളിച്ചില്ല. അപ്പൊ അങ്ങനെ പോക്കായി. പക്ഷെ സീനില്ല, പുള്ളി ബാക്കി ഫുൾ സെറ്റ്. ഉച്ചക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിക്കാൻ ഞാൻ നേരത്തെ പോകും. പിന്നെ എന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് പിന്നാലെ നിന്റെ ഈ പൗലോച്ചായ വിശ്വസിക്കാവോ? 7 ദിവസം ഇനി ഫുൾ ഡേ പ്രാക്ടീസ് ആണ്. എനർജി നല്ല വേണം. താഴ്ത്തി പിടിയടേ. റാംബോ, പൗലോച്ചായന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എല്ലാം ഞാൻ. അപ്പൊ എങ്ങനെ നമ്മുടെ പരിപാടി? ഏതാ പ്ലാൻ? ഓപ്പണിംഗ് സോങ്? അത് നമ്മുടെ സ്ഥിരം പാട്ട് തന്നെ. അത് പറഞ്ഞിട്ടില്ല. നീ ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. ചെറിയൊരു വ്യത്യാസം കിട്ടാം. ഫസ്റ്റ് പാട്ട് പാരി പാടുന്നില്ല, പകരം അവൻ തബല വായിക്കുക. അപ്പോ ഞങ്ങളുടെ വക സൈഡിൽ ചെറിയൊരു എന്റർടൈൻമെന്റ് നമുക്ക് നോക്കിയല്ലോ. മുല്ലപ്പും പല്ലിലോ കൂത്തിക്കവിളിലോ അല്ലിമലർമേലോ ഞാൻ മയങ്ങി. റാംബോ, നീ ജയൻ എടുക്കുമ്പോ ചെറുതായിട്ട് ഭീമനിലേക്ക് കയറി വരുന്നുണ്ട്. അതൊന്നും മാറ്റണം. എന്തല്ലേ ഇപ്പോഴും ജയൻ, പ്രേം നസീർ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് എന്നും ഒരു ഹരമാണ്. അതിരിക്കട്ടെ. അടുത്ത ഐറ്റം ഒരു റോക്ക് ബാൻഡിൽ നിന്നും ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റമാണ്. അതെന്താ? ഓട്ടം തുള്ളൽ കവിത പാരായണം. അതെന്തായാലും വേണം. പൊളിയും പൊളിയും പൊളിയും. ഈ കൊശവന് കേരളത്തിന്റെ ജനകീയ കലാരൂപങ്ങളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാലോ. ഓട്ടം തുള്ളലെന്ന് കേട്ടിട്ടുണ്ടോ? എടാ ബോധമില്ലാത്തവനെ, ഇത് കേൾക്കുക. ബോധേശ്വരന്റെ കേരള ഗാനം. ജയ ജയ കോമള കേരള ഭരണി, ജയ ജയ മാമക പൂജിത ജനനി, ചേര പുരാതന പാവന ചരിതേ, ആര്യകുലോൽക്കട ഭാഗവതിരേ, ദ്രാവിഡ ബലിവിഡ വനിതേ മഹിതേ, ദ്രാവിഡ വംശോജലിതേ,
മലയാളം മാമകരാജ്യം മലയാളം മാമകരാജ്യം. എന്റെ റാംബോ ഇത് കേട്ടപ്പോ ഒരു രോമാഞ്ചൊക്കെ വന്നിട്ടാ. കളികളും ആടി നടക്കുന്നേ. പൗലോച്ചേ ഫുഡ് റെഡിയാണെന്ന് തോന്നുന്നു പിള്ളേരെ. ഹലോ പൗലോച്ചയാ. ഹലോ മായൻകുട്ടി, എന്നാലും പോലോച്ചാന് ആകെ ഒരു വിഷമമായി പോയടാ. നിങ്ങൾക്ക് പിള്ളേർക്ക് രാവിലെ അപ്പവും മുട്ടക്കറി തരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പൗലോച്ചയ എപ്പോഴാ ചിക്കൻ ബിരിയാണി വാങ്ങിക്കാൻ ഞങ്ങൾ വരണ്ട? ഉച്ചയായി, ഇവിടെ എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്റെ മായൻകുട്ടി, നീ എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളം കൈ കിടക്കുന്ന പയ്യൻ. നിന്നെ വെറും ഒരു ചിക്കൻ ബിരിയാണി ഒതുക്കാൻ പറ്റൂ. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി തരുന്നില്ല. ചായ അതുകൊണ്ട് പൗരച്ചാൻ നിങ്ങൾക്കൊരു വിരുന്നൊരുക്കാൻ പോവുക. നിങ്ങളുടെ പ്രാക്ടീസ് ഒന്ന് കഴിയുമ്പോഴത്തേക്ക് സാധനം അവിടെ ചിക്കൻ 65, അങ്കമാലി മാങ്ങാക്കറി, മീൻ പൊള്ളിച്ചത്, ഓത്തറച്ചി, പിന്നെ അച്ചാൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷും ചേർത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞാൻ ഒരു പൊതിച്ചോറുണ്ടാക്കും. നീ അച്ചാനെ വിശ്വസിക്കണം. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് വൈകിട്ടത്തോടുകൂടി തീർത്തേക്കണം. ഇവന്മാര് ജീവനോട് വെച്ചേക്കാണെങ്കിൽ നമുക്ക് കാണാം. എടാ വെക്കില്ലേ, മീൻ എന്നാ വേണം? കാളാഞ്ചി വേണോ അല്ലെങ്കിൽ സാൽമൺ വേണോ? എടാ റാംബോ ഒന്നുമില്ല. അതെ അച്ചായ, നല്ലത് നോക്കി എന്താ കിട്ടുന്ന വെച്ചാൽ അച്ചായൻ തന്നെ ഒന്ന് വാങ്ങി. എനിക്ക് കുറച്ച് തിരക്ക്. കൊലവിളിയാണല്ലേ ചാക്കോച്ച, ഒന്നും പേടിക്കാനില്ല. ആരും വിഷമിക്കണ്ട. ഊബർ ഈറ്റ്സിൽ എനിക്ക് കുറച്ച് ഓഫേഴ്സ് ഒക്കെ കിടപ്പുണ്ട്. എല്ലാവർക്കും ചിക്കൻ ബിരിയാണി അല്ലേ, അതോ മട്ടൻ വേണ്ട, നീ ഇനി ഒരു കോപ്പ് ഇവിടെ ഓർഡർ ചെയ്യണ്ട. അല്ലല്ല, ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നീ ആ ഫോൺ എടുത്ത് പോക്കറ്റിലിട്. എടാ ബോബി, നീ എന്റെ സാറെ എന്താണ് വിളിച്ചോണ്ടിരുന്നത്? ഒരു നേരം കഴിച്ചില്ല എന്ന് വെച്ചാൽ ചത്തുന്ന പോലെ ഇനി ഞങ്ങൾക്ക് ഫുഡ് വേണ്ട. കൊല്ലണ്ട. ഇവൻ മിക്കവാറും അമ്പാന്റെ താഴെ കുറെ മേടിക്കും. അങ്ങനെ തളരരുത് രാമകുട്ടി. അല്ല രാമഭദ്ര. റാംബോ. റാംബോ എങ്കിൽ റാംബോ. അടുത്ത പരിപാടി എന്താ? എടാ മൈനെ, നമ്മുടെ ബാങ്കിന്റെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. ഇതിലൊരു പെൺകുട്ടി അല്ല വേണ്ട, പെൺകുട്ടി വേണ്ട വേണ്ട വേണ്ട. ഇല്ല റാംബോ, നമ്മുടെ ബാറ്റിലും വേണം ഒരു പെൺകുട്ടി. ഞാൻ പ്രതിഷേധിക്കുന്നു. തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. നിങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ഞാൻ വെറും മാമല്ല, മാനേജർ മാത്രമല്ലാന്ന്. മാനേജർ മാത്രമല്ല, നിങ്ങളുടെ ഒരു സന്തത സഹചാരി കൂടിയല്ലേ. കുറച്ചു നാളായി നമ്മുടെ ബാൻഡിലേക്ക് ഒരു ഫീമെയിൽ വോക്കൽസിനെ കണ്ടെത്താനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. ചിത്ര ചേച്ചിയെ പോലെ പാടുന്ന ഒരാൾ ഇന്ന് വരും. ശ്രേയാ ഘോഷാലിനെ പോലെ പാടുന്ന ഒരാൾ നാളെ വരും. അത് ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാം. ഞാൻ എന്തായാലും റിഹേഴ്സൽ വിളിച്ചിട്ടുണ്ട്. ആ കുട്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ പേര് രാഖുൽ. ആളിപ്പോ എത്തും. വരുന്നല്ലോ രാഖുൽ. ഹലോ, ഇങ്ങനെ കയറി പോരോ. ഹലോ മായൻകുട്ടി. ഹലോ 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 ഹലോ. കുട്ടിയുടെ ഒന്നും കാര്യങ്ങൾ. വെൽക്കം ടു മുല്ലപ്പൂവാൻ. കുട്ടിയെ കണ്ടാൽ അറിയാമല്ലോ, നന്നായിട്ട് പാടുന്നു. കുറച്ചൊക്കെ. നീ അങ്ങോട്ട് മാറി നിന്നേ. എടാ പാനി എടുത്ത് കാച്ചിട്ട്. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ,
Sa 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 ni sa ni da sa ni pa pa sa sa ni da sa ni da pa da ma pa da ni om kamar panchar kira pura har saroj bhagesh vadirupa vasavaripu jadakadaka എടാ പാലി, നീ ഒന്നിങ്ങ വന്ന്. നിനക്ക് മുല്ലപ്പൂ ബാൻഡിന്റെ ബാക്കപ്പ് വോക്കലിസ്റ്റ് ആയിരിക്കാൻ താല്പര്യമുണ്ടോ? റാംബോ അപ്പ കണ്ടവനെ അപ്പാ എന്ന് നീട്ടി വിളിക്കല്ലേ. ഓഹോ, ഓക്കെ ഓക്കെ, നിനക്ക് വിഷമം ഉണ്ടാവില്ലേ? ഓക്കെ, കുട്ടിയുടെ പാട്ട് വലിയ തരക്കേടില്ല കേട്ടു. Thank you ചേട്ടാ. എന്തായാലും പാലിക്ക് കുട്ടിയോട് എന്തെങ്കിലും ചോദിക്കാറ്. പാലി, ഹലോ, നല്ല പാട്ടായിരുന്നു. രാഘുവിൽ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടല്ലേ? ഒരു 10 വർഷം. വെരി ഗുഡ്, വെരി ഗുഡ്. ടെക്നിക്കൽ ഇന്റർവ്യൂ ആണല്ലോ. പിന്നെ അല്ല, ചെക്കനോടാ കളി. ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ, കുട്ടി സിംഗിളാണോ? മതി മതി, ഇന്റർവ്യൂ മതി. രാഘുൽ, യു ആർ സെലക്ടഡ്. വെൽക്കം ടു മുല്ലപ്പൂ ബാൻഡ്. ചേട്ടാ, അതെ, നമ്മൾ റിഹേഴ്സൽ ചെയ്യാൻ പോവുകയാണോ? അതെ, എന്താ? അല്ല, രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ലായിരുന്നു. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് ജോയിൻ ചെയ്താൽ മതിയോ? എന്തിന് ഫുഡ് ആൻഡ് ഓൾ അതർ ഫെസിലിറ്റീസ് ഈ മായൻകുട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ശരിയാക്കില്ല. ബെസ്റ്റ് ബെസ്റ്റ്. നമ്മൾ പിന്നെ ഉച്ചക്ക് ചിക്കൻ പേരാണല്ലോ അല്ലടാ. അതെ, ഇനി രാത്രി ഇനി പൊതിച്ചോറ് വരാനുണ്ട്. വരും. പൊതിച്ചോറ് എന്നെ വരും. പൗലോ ചായനെ വിളിച്ച് അതും ഞാൻ സെറ്റ് ആക്കി. നിങ്ങൾ 2 റൗണ്ടിന് പ്രാക്ടീസ് ചെയ്യും. അപ്പോഴേക്ക് എല്ലാവർക്കുള്ള ഫുഡ് ഇവിടെ എത്തി. അറിയാലോ, നമുക്ക് അറിയാലോ. ഹലോ, ഓക്കെ സാവി. ആ പാട്ട് പാടാൻ ഉദ്ദേശിച്ചിട്ട്
കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും കാക്കച്ചി കൊത്തി പോകും നോക്കി വച്ചൊരു കാരകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും നിന്റെ നോട്ടം തെറ്റിയാൽ പോകും കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും അയ്യോ കാക്കച്ചി കൊത്തി പോകും നോക്കി വച്ചൊരു കാരകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും നിന്റെ നോട്ടം തെറ്റിയാൽ പോകും ഹലോ ആ പൗലോച്ചാ പൊതിച്ചോറ് എടുക്കാൻ വരട്ടെ ആ മോനക്കുട്ടിയെ ഈ പൗരോച്ചാനെ ചതിച്ചടാ ആ ഫുഡ് ഇൻസ്പെക്ടർമാര് റെയ്ഡ് ചെയ്ത് നിങ്ങളുടെ മറ്റേ വർത്തമാനം പറയല്ലോ പൗലോച്ചായ അച്ചായന് പണി കിട്ടി നമ്മളെ മൊത്തം പോക്കി എല്ലാം അടച്ചു കൂട്ടിച്ചത്
നിങ്ങളുടെ പൊതിച്ചോറെല്ലാം പകുതിയാക്കി വെച്ചിരിക്കുക. ഈ പകുതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്നെന്ത് കിട്ടും? പകുതി എന്ന് പറയുമ്പോഴത്തേക്ക് ചോറും സലാഡും ആയിട്ടുണ്ട്. ബാക്കി ഇറച്ചി മീനും എല്ലാം കഴുകി മസാല തട്ടി വെച്ചിരിക്കുക. അച്ഛൻ ഇത്രേ പറ്റുള്ളൂടാ മക്കളെ. നീ ആ ഫോണിക്കട് മതി നീ സംസാരിച്ചത്. ഹലോ മിസ്റ്റർ പൗലോ, ഞാൻ റാംബോ, ഈ മുല്ലപ്പൂ ബാൻഡിന്റെ ലീഡാണ്. രാവിലെ തൊട്ട് നിങ്ങളുടെ ഫുഡ് വരുമെന്നും പറഞ്ഞ് വയറും കത്തി നശിച്ചിരിക്കുന്ന കുറേ ഹതഭാഗ്യന്മാരുണ്ട് ഇവിടെ. ഞങ്ങളുടേത് ഒരു എന്റർടൈൻമെന്റ് ബാൻഡാണ്. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഡാൻസും പാട്ടും ഓട്ടം തുള്ളലും മാത്രമല്ല, ഞങ്ങളുടെ മെയിൻ എന്റർടൈൻമെന്റ് ഇവന്റ് മറ്റൊന്നാണ്. രാക്കുയിൽ ആ ചെവി ഒന്ന് പൊത്തിക്കോളൂ. ചാക്കോച്ചാ, പൗലോച്ചായന്റെ കാര്യം ഞങ്ങൾ ഇപ്പോൾ ശരിയാക്കി തരാം. പൗലോച്ചായോ എന്തോ പന്നവൻ. നീ ആരാണാളെ വിചാരിച്ചത്? മിക്കും പറയാനുള്ളൂ താറാൻ പരാ നമ്മൾ പ്രാക്ടീസ് തുടങ്ങി ഓക്കെ